ഇപ്പൊ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് വന്ന് ഞാൻ പറയല്ലേ ലൈസൻസ് എടുക്കാൻ നിങ്ങൾ പറഞ്ഞ് എടുത്തു. അതിന്റെ വിഷയം എന്താണെങ്കിൽ നമ്മൾ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിംഗിന് ഇത്ര വരെ സ്ഥലം വരുള്ളൂ. ബിൽഡിങ്ങിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഇത്ര ഒരു സ്ഥലം വരുള്ളൂ. ഇത് തന്നെ അനധികൃതമാണ്. ആരാ അതിന്റെ മുതലാളി ആരാ? കടന്റെ അതാണോ അല്ല ബിൽഡിംഗ് ഓണർ? അത് അത് വേറെ ആളാണ്. ലൈസൻസ് എടുത്തതല്ലേ? അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ആധാർ കാർഡ് തന്നേന്ന് ഞങ്ങളെ കൊടുത്തിട്ട് പോകുന്നത്. അഗ്രിമെന്റ് ബിൽഡിങ്ങിന് ഒരു നമ്പർ വേണോ? അതുണ്ടോ നിങ്ങൾ ആദ്യം നോക്കാം. ഇതല്ലേ സാറേ? ഹലോ ഹലോ, നിങ്ങളുടെ പേരെന്തായിരുന്നു? മുർഷിദ് ഭായി, ഞാൻ പഞ്ചായത്തിനായിരുന്നു. സെയ്ദ് അക്ബർ എന്നാണ് എന്റെ പേര്. അപ്പൊ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ബിൽഡിംഗ് നിങ്ങൾ നമ്പർ എടുത്താണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ നമ്പർ എടുത്തതിനേക്കാളും കുറെ മുന്നിലേക്ക് ഒരു സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ ഉണക്കമീനും അതേപോലെ തന്നെ ചിക്കനൊക്കെ വെക്കുന്ന സ്ഥലം, ആ മൂന്ന് മുറിപ്പീടിയും. അപ്പൊ എന്താ കാരണം, നിങ്ങൾ പുറത്തേക്കുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് ഒഴിവാക്കണം. ഇതിൽ ആൾക്കാർക്ക് നടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണോ? അന്ന് വന്നപ്പോൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കേട്ടോ. ഞങ്ങളുടെ ടീം അന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ കാണുന്ന സമയത്ത് നിങ്ങൾ മീറ്റർ ബോർഡ് വെച്ചത് പോലും വിഷയമാണ്. നിങ്ങളെ സ്ഥലത്തല്ല, അങ്ങനെ ഒരു മതിൽ അവിടെ വരാൻ പാടില്ല. അത് ഓപ്പൺ ആയി കിടക്കേണ്ട ഭാഗമാണ് കേട്ടോ. എല്ലാം പോവും. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പീടിന്റെ മുന്നിലേക്ക് വേറെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇത് നിങ്ങള് ഞാനെന്ന് പറഞ്ഞാൽ ആരും ചെയ്യൂല. നിങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാല് ഇതൊരു ഭാഗമാണല്ലോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബാക്കിയൊക്കെ റെഡിയാക്കും. നിങ്ങൾ അതിന് തയ്യാറായി കേട്ടോ. ശരി, ഞാൻ അതവർക്ക് കൊടുക്കാം. ഏകദേശം ഇത്ര സ്ഥലം ഉണ്ടാവുള്ളൂ. ഇത് തന്നെ എന്താക്കണം, ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ പൊളിക്കണം. മനസ്സിലായോ? ഈ ഭാഗം പൊളിക്കണം. എന്താ ഇത് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഈ ഏകദേശം ഇതുവരെയുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, ഏകദേശം ഇതുവരെയുള്ള സ്ഥലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് എന്തിനാണ്, ഞാൻ ഇവിടെ സാധനം ഞങ്ങൾക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലമാണ് നിങ്ങളെ കടക്ക്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇതില് പറ്റില്ല. ഉള്ളില് കയറ്റണം. അതിനനുസരിച്ചുള്ള കച്ചവടം നടത്തണോ, അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടത്. ഫ്രീസർ ആണെങ്കിൽ ഫ്രീസർ ചെയ്യണം. നിങ്ങളിപ്പോ മൂപ്പര് പറഞ്ഞത് ഇപ്പൊ എന്തായാലും മുന്നിലേക്ക് ഉണ്ടാവുമെന്നാണ്. ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാം ഇപ്പൊ നിങ്ങളങ്ങോട്ടേക്ക് കാണുന്ന പോലെ തന്നെ അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന പോലെ നിങ്ങളെ പീടികയിലേക്ക് എത്തുന്ന പോലെ ഇതേപോലെ അവിടേക്ക് കാണും. അല്ലാണ്ട് നിങ്ങൾ മാത്രമുള്ളല്ലോ, ഇതൊക്കെ ഒഴിവാകും.